CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. എങ്ങനെയാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിനെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വസ്തുതകൾ മറച്ചു വച്ചുകൊണ്ട് പർവ്വതീകരിച്ചതെന്നും എങ്ങനെയാണ് CPM പ്രവർത്തകർ കൊല്ലപ്പെട്ട കൊലപാതക കേസുകളെ ഇതേ മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക്, പെരിയ ഇരട്ടക്കൊലപാതക കേസ് വാർത്തയ്ക്ക് അതീവ പ്രാധാന്യം നൽകിയ മാധ്യമങ്ങൾ സമീപിച്ചതെന്നും കൃത്യമായി വിശകലനം ചെയ്യുകയാണ് കെ അനിൽകുമാർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ. അതോടൊപ്പം പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ചില കാണാപ്പുറങ്ങൾ കൂടി വിവരിക്കുന്നുണ്ട് കെ അനിൽകുമാർ. കെ അനിൽകുമാറിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മാധ്യമങ്ങളുടെ അക്രമവിരുദ്ധ നാട്യം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികളെ ശിക്ഷിച്ച വിധി വന്നത് CPMനെതിരെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. പെരിയയിലെ സംഭവങ്ങളുടെ തുടക്കം സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഉണ്ടായിട്ടുള്ള ഒരു സംഘർഷമല്ല. പെരുങ്കളിയാട്ടത്തിന്റെ കമ്മിറ്റിയിലെ തർക്കം, നടത്തിപ്പിലെ തർക്കം, അത് കായികമായ കടന്നാക്രമണത്തിലെത്തി. CPM LC അംഗമായ പീതാംബരൻ ആശുപത്രിയിലായി. ആരായിരുന്നു പ്രതികൾ? ഏതെങ്കിലും ഒരു മാധ്യമം അക്രമത്തെ അപലപിച്ചോ? ഇല്ല. കോൺഗ്രസ്സുകാർക്കെതിരെ വാർത്ത നൽകിയോ? ഇല്ല. CPMനെതിരായ ആക്രമണമാണ് ഏതെങ്കിലും പത്രം എഴുതിയോ? ഇല്ല. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ അക്രമകാരികളെ തള്ളിപ്പറഞ്ഞു? അതും ഇല്ല. ലീഗുകാർ നടത്തിയ കൊലപാതകം. തൂണേരിയിൽ ഷിബിന് ലീഗാണ് വധശിക്ഷ നൽകിയത്. ലീഗ് ക്രിമിനലുകൾക്ക് പിന്തുണ നൽകിയ UDF സർക്കാർ സാമ്പത്തിക സഹായം കൊലക്കേസ് പ്രതികൾക്ക് നൽകിയത് എത്ര ലക്ഷം? ഖജനാവ് കൊലയാളികൾക്കായി ചോർത്തിയെന്ന് ഒരു മാധ്യമം മുഖപ്രസംഗമോ വാർത്തയോ നൽകിയോ? SDPI നടത്തിയ കൊലപാതകത്തെ അപലപിച്ചോ? അവർ കൊല്ലപ്പെടുത്തിയവരുടെ ശരീരത്തിലെ മുറിവുകൾ എണ്ണിയോ? RSS കൊലയാളികൾക്ക് പരോൾ കിട്ടിയപ്പോൾ എത്ര മാധ്യമങ്ങൾ വാർത്ത നൽകി? ധീരജ് വധം നടത്തിയ കൊലയാളിയെ വിവാഹത്തിന് ക്ഷണിച്ച നേതാക്കൾ എത്ര പേർ ചോദ്യം ചെയ്തു? ഇന്നത്തെ മാതൃഭൂമി മുഖപ്രസംഗം നോക്കൂ. CPM പ്രവർത്തകർ കേരളത്തിൽ കൊല്ലപ്പെട്ടതായി മാതൃഭൂമിക്ക് അറിയില്ല. കഷ്ടം. CPM മാധ്യമങ്ങളാൽ ആക്രമിക്കപ്പെടുകയാണ്. തങ്ങൾ ചെയ്യുന്ന ജോലി കായികമായി ചെയ്യുന്നവരെ പിന്തുണയ്ക്കുകയാണ് രീതിയാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. അത് അക്രമവിരുദ്ധത കൊണ്ടല്ല. 6 വർഷം മുമ്പ് തൃശ്ശൂർ സംസ്ഥാന സമ്മേളനത്തിൽ CPM ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. പാർട്ടി മുൻകൈയെടുത്ത് ഒരക്രമ സംഭവം ഉണ്ടാകില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ പാർട്ടി തള്ളിപ്പറയും. പാർട്ടി നയം അതാണ്. അത്തരമൊരു മാതൃക കോൺഗ്രസ് സ്വീകരിക്കുമോ? SDPI RSS ലീഗ് കൂട്ടർ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറാകുമോ? ഇടതുമുന്നണിയുടെ കൺവീനർ അഴീക്കോടനെ കുത്തിക്കൊന്ന ഒരു നാടാണിത്. CPM MLA കോൺഗ്രസ്സുകാരാൽ വെടിയേറ്റു മരിച്ചവരുടെ നാടാണിത്. 5 CPM നേതാക്കളെ ചീമേനിയിൽ ചുട്ടുകൊന്ന സമാധാന ദൂതരുടെ പാർട്ടിയാണ് കോൺഗ്രസ്. ഇരവാദം കൊള്ളാം, പക്ഷേ നിങ്ങൾ കൊലയാളികളാണ്. സിഖ് കൂട്ടക്കൊലയെ ന്യായീകരിച്ച രക്തദാഹികൾ. മാധ്യമങ്ങൾ അവർക്ക് കൂട്ടുനിൽക്കുന്നു. പക്ഷേ CPM ഞങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും എന്ന് കരുതി ചീമേനി ആവർത്തിക്കാമെന്ന് കരുതരുത്. ഇനി അഭിമന്യുമാർ കൊല്ലപ്പെടരുത്. ധീരജിൻ്റെ അനുഭവം ആവർത്തിക്കരുത്. നാദാപുരത്തെ ബിനുവിൻ്റെ അനുഭവം ആവർത്തിക്കപ്പെട്ടത് KV സുധീഷ് മുതൽ RSS കൊന്നുതള്ളിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആവർത്തിക്കരുത്. മാധ്യമങ്ങളോടാണ് കൊലക്കത്തി താഴെയിടാൻ അവരോട് പറയാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ അനിൽകുമാർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നേരത്തെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററും മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിൽ ഗോവിന്ദൻ മാസ്റ്റർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച കാര്യം, പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി വരുന്ന അതേ ദിവസമാണ് വയനാട്ടിലെ കോൺഗ്രസ് DCC ട്രഷററും വയനാട്ടിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവും മകനും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായത്. ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ബത്തേരി സർവീസ് സഹകരണ ബാങ്കിലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ കഥകളാണ് പിന്നീട് അങ്ങോട്ട് പുറത്തു വന്നത്. സുധാകരൻ, KPCCയുടെ അധ്യക്ഷനായ സുധാകരന് ഇതേ DCC ട്രഷറർ തന്നെ ഈ കടത്തിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് IC ബാലകൃഷ്ണനെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പരാതി നൽകിയതിൻ്റെ കോപ്പി അടക്കം പുറത്തു വന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത കണ്ട ഭാവം നടിച്ചിട്ടില്ല. MV ഗോവിന്ദൻ മാസ്റ്റർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച കാര്യം അതാണ്.
CPM-നെതിരായ വാർത്തകൾ പർവ്വതീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും CPM പ്രവർത്തകർ കൊല്ലപ്പെടുന്ന കേസുകളിൽ നിശബ്ദത പാലിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ സമീപനം അത് വലതുപക്ഷ വിധേയത്വത്തിൻ്റെ ഏറ്റവും നല്ല തെളിവാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായി. സമാനമായ ഒരു കാര്യമാണ് ഇപ്പോൾ കെ അനിൽകുമാറും പങ്കുവയ്ക്കുന്നത്. കെ അനിൽകുമാർ ഈ പോസ്റ്റിനോടൊപ്പം പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 1-ാം പ്രതിയായ പീതാംബരൻ ഈ കേസിൽ കൊല്ലപ്പെട്ട കൃപേഷിനാലും ശരത് ലാലിനാലും ആക്രമിക്കപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ വെച്ചെടുത്ത ഒരു ചിത്രം കൂടി നൽകുന്നുണ്ട്. എന്തായാലും മാധ്യമങ്ങൾ അവരുടെ CPM വേട്ട തുടരുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ജനങ്ങൾ സത്യം തിരിച്ചറിയും എന്നതും മറ്റൊരു വസ്തുതയാണ്.